എന്നെ സംബന്ധിച്ചോളം വന്ന് ഒരു ഫിലിം ആക്ടിങ് അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം മാത്രമാണ് വലിയ കാര്യം എന്ന് വിചാരിക്കുന്ന ഒരുത്തനല്ല ഞാൻ. മനസ്സിലായോ? എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് പിന്നെ സിനിമയിൽ വന്നിട്ടുള്ള ഗോസിപ്പുകൾ, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ദോഷൈക ദൃക്കുകൾക്ക് എന്തും പറയാം. അവരെ സംബന്ധിച്ചോളം അവർക്കുണ്ട്. കാരണം സിനിമയിൽ വേറൊരുത്തന് ഇല്ലാതായാൽ മാത്രമാണ് വേറൊരുത്തൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ ഞങ്ങൾ വന്ന ആ കാലഘട്ടത്തിലുള്ളവരാരും വന്നിട്ട് ഇതിനെക്കുറിച്ച് പറയില്ല. അവർക്കറിയാം. അവർക്കറിയാം. അതിന് ശേഷം വന്ന കാലഘട്ടത്തിൽ വന്നവരുണ്ട്. അവർ സ്വയം ആൾക്കാരാവുന്നത് മറ്റുള്ളവനെ വലിച്ചിട്ടിട്ടാണ്. അത് ആ ഒരു പ്രവണത ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് വരിക, അല്ലെങ്കിൽ അവരെ കുറ്റങ്ങൾ കണ്ടെത്തുക, കഥ പറഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത സിനിമയിൽ വളരെ പെട്ടെന്ന് ഒരു 80കളുടെ ലാസ്റ്റായപ്പോൾ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അതിൽ നിന്നായിരിക്കും. കാരണം ഒരു ഈ പടങ്ങളെല്ലാം ഇപ്പോൾ പപ്പട സ്വന്തപ്പസ് ഫാസിൻ്റെ പടമാണല്ലോ. അതിനാണെങ്കിൽ അതിനു മുമ്പേ നിർത്തിക്കാൻ പാടില്ലായിരുന്നു. ഈ ഹിറ്റ് കഴിഞ്ഞിട്ട് നിർത്തിക്കണ്ടല്ലോ. അതിന് എനിക്ക് അതിനു മുമ്പ് എന്നെ നിർത്തിക്കാമല്ലോ. എന്തിനാണ് ഈ 10 വർഷം പിന്നെ താങ്ങിയേ? ഇല്ലേ? ഇത്രയും താങ്ങേണ്ട ആവശ്യമില്ലല്ലോ, വേണ്ടല്ലോ. അപ്പം പിന്നെ അതിനകത്തേക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ അഭിനയിച്ച പടങ്ങളെല്ലാം എനിക്ക് വന്ന് ഇപ്പോൾ അടുത്ത വരിച്ച് രാമലക്ഷ്മണൻ, തങ്കമകൻ, ഇതെല്ലാം വന്നിട്ട് എല്ലാം 150 ദിവസം 200 ദിവസം കൂടിയാണല്ലോ. മലയാളത്തിലെ ഈനാടും ഇനിയെങ്കിലും മദ്രാസിലെ മോനെ എല്ലാം സൂപ്പർ ഹിറ്റ് പടങ്ങളാണല്ലോ. ഭൂകമ്പായാലും ഇപ്പം ഞാൻ അവസാനം അഭിനയിച്ച മറ്റേ പപ്പട സ്വന്തം അപ്പൂസും വന്നിട്ട് ഭയങ്കര ഹിറ്റാണല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് വന്നാൽ ഒരു പടത്തിൽ ഹിറ്റായി, ഇനി അവനെ വിളിക്കരുതെന്ന് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും തീരുമാനിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല.